ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു വിഷമ ഭിന്നത്തെ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റുന്ന വിധം. മത്സര പരീക്ഷയ്ക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. ഒരു വിഷമ ഭിന്നം തന്നിട്ട് അതിൻ്റെ മിശ്ര ഭിന്നം ഏതെന്ന് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു വിഷമ ഭിന്നം അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, അതിനെ നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലേക്കാണ് മാറ്റേണ്ടത്. ഓക്കെ, അപ്പം 5 ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 25/8 നമുക്ക് മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റണം. എന്താണ് മിശ്ര ഭിന്നം? ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും ചേർന്നതാണ് മിശ്ര ഭിന്നം. ഓക്കെ, എന്താണ് മിശ്ര ഭിന്നം എന്ന് പറഞ്ഞാൽ ഒരു എണ്ണൽ സംഖ്യയും അല്ലെങ്കിൽ ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും ചേർന്നതാണ് മിശ്ര ഭിന്നം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 25/8 മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റണം അല്ലെങ്കിൽ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റണം. നമ്മൾ ചെയ്യേണ്ടത് 25നെ 8 കൊണ്ട് ഹരിക്കണം. ഓക്കെ, നമുക്കൊന്ന് ഹരിച്ചു നോക്കാം. 25നെ 8 കൊണ്ട് ഹരിക്കണം. ഓക്കെ, 25ൽ എത്ര 8 ഉണ്ട്? 3 × 8 24. 25 നിന്ന് 24 കുറച്ചാൽ 1. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതിനെയാണ് ശിഷ്ടം എന്ന് പറയണത്. ഇതാണ് ഹരണഫലം. ഓക്കെ, അപ്പോൾ നമ്മൾ 25നെ 8 കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്കൊരു ഹരണഫലവും കിട്ടി, നമുക്ക് എന്ത് കിട്ടി? ഒരു ശിഷ്ടവും കിട്ടി. അപ്പോൾ ഇവിടെ നമുക്കറിയാം മിശ്ര ഭിന്നം എന്ന് പറയുന്നത് ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും ചേർന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പൂർണ്ണസംഖ്യയായിട്ട് ഈ കിട്ടിയ ഹരണഫലമാണ് നമ്മൾ പൂർണ്ണസംഖ്യയായിട്ട് എടുക്കുന്നത്. ഇനി ശിഷ്ടം നമ്മൾ ഇതിൻ്റെ അംശമായിട്ട് എഴുതുന്നു. ഡിവൈഡഡ് ബൈ താഴെ നമ്മൾ എന്തുകൊണ്ടാണോ ഹരിച്ചത് ആ സംഖ്യ എഴുതുന്നു. അപ്പൊ 3/1/8. ഓക്കെ, അപ്പൊ 25/8 എന്ന വിഷമ ഭിന്നത്തിനെ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് 3/1/8 എന്ന് കിട്ടി. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ചെയ്തു നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. 9/2. ഓക്കെ, അപ്പോൾ 9/2നെ നമുക്ക് മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റി എഴുതണം. ഓക്കെ, അപ്പോൾ വിഷമ ഭിന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലെ സംഖ്യ വലുതും താഴെയുള്ള സംഖ്യ ചെറുതും, അല്ലേ? ഇതാണ് മിശ്ര ഭിന്നം. വിഷമ ഭിന്നം അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പോൾ വിഷമ ഭിന്നത്തിനെ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റാനാണ് ചോദ്യം. എന്താണ് മിശ്ര ഭിന്നം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും. എന്താ സാധാരണ ഭിന്നം എന്ന് പറഞ്ഞാൽ? മുകളിലെ സംഖ്യ ചെറുതും താഴെയുള്ള സംഖ്യ വലുതും ആയിട്ട് കിട്ടുന്നതാണ് സാധാരണ ഭിന്നം. ഓക്കെ, അപ്പോൾ ഒരു പൂർണ്ണസംഖ്യയും ഒരു സാധാരണ ഭിന്നവും ചേർന്നതാണ് മിശ്ര ഭിന്നം. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 9/2. എന്താണ് ചെയ്യേണ്ടത്? 9നെ 2 കൊണ്ട് ഹരിക്കണം. ഓക്കെ, 9ൽ എത്ര 2 ഉണ്ട്? 4, 2, 8. 4 2 ഗുണിച്ചാൽ 8 കിട്ടും. 9ൽ നിന്ന് 8 കുറച്ചാൽ 1. അപ്പോൾ നമുക്ക് ഹരണഫലം 4 എന്ന് കിട്ടി, ശിഷ്ടം 1 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ മിശ്ര ഭിന്നത്തിലെ പൂർണ്ണസംഖ്യാ ഭാഗമാണ് ഈ കിട്ടുന്ന ഹരണഫലം. അതാണ് പൂർണ്ണസംഖ്യാ ഭാഗത്തെ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ സാധാരണ ഭിന്നത്തിൻ്റെ അംശമായിട്ട് എഴുതേണ്ടത് ഈ കിട്ടുന്ന ശിഷ്ടമാണ്. അത് എഴുതി അംശമായിട്ട് എഴുതി ഏതുകൊണ്ടാണോ ഹരിച്ചത് ആ സംഖ്യ തന്നെയാണ് ഇതിൻ്റെ ഛേദമായിട്ടും എഴുതേണ്ടത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ വിഷമ ഭിന്നത്തിൻ്റെ ഛേദം തന്നെയാണ് മിശ്ര ഭിന്നത്തിൻ്റെ ഛേദമായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 46/11 മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റണം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 46നെ 11 കൊണ്ട് ഹരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. 46നെ 11 കൊണ്ട് ഹരിക്കുക, അല്ലെ? 46ൽ എത്ര 11 ഉണ്ട്? അതെ, 4. 4 × 11 44. ഓക്കെ, 46 44 കുറച്ച് കഴിഞ്ഞാൽ 2. ഓക്കെ, അപ്പൊ ഈ 4നെയാണ് ഹരണഫലം എന്ന് പറയുന്നത്, ഈ 2നെയാണ് ശിഷ്ടം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റുമ്പോൾ ഒരു പൂർണ്ണസംഖ്യയും വേണം, ഒരു സാധാരണ ഭിന്നവും വേണം. അപ്പൊ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് ഈ കിട്ടിയ ഹരണഫലമാണ് ഇതിന്റെ പൂർണ്ണസംഖ്യ ഭാഗം എന്ന് പറയണത്. ഓക്കെ, ഇനി നമുക്കൊരു സാധാരണ ഭിന്നം കൂടി എഴുതണം. സാധാരണ ഭിന്നത്തിന്റെ അംശം എന്ന് പറയുന്നത് ഇതിന്റെ ശിഷ്ടമാണ്. അത് 2 ആണ്. ഡിവൈഡഡ് ബൈ 11. ഓക്കെ ആണല്ലോ. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചോട്ടെ. 4/2/11 ഇതിന്റെ ഇടയിലുള്ള ചിഹ്നം ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഗുണനം എന്ന് പറയരുത്. ഇതിന്റെ ഇടയിലുള്ള ചിഹ്നം പ്ലസ് ആണ്. ഇതിന്റെ അർത്ഥം 4 + 2/11 എന്നാണ്. ഇവിടെ പ്ലസ് ചിഹ്നം ഇട്ടില്ലെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഇടയിലുള്ള ചിഹ്നം പ്ലസ് ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം.
അടുത്ത ക്വസ്റ്റ്യന് 20/9. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. 20നെ ആദ്യം 9 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 20ൽ എത്ര 9 ഉണ്ട്? 2 9 18. 2 × 9 18. 20 നിന്ന് 18 പോയാൽ 2. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഹരണഫലവും 2 ആണ്, അതുപോലെ തന്നെ ശിഷ്ടവും 2 ആണ്. നമ്മൾ ഹരിച്ചത് 9 കൊണ്ടല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇതിനെ 20/9 എന്ന വിഷമ ഭിന്നത്തിനെ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റുമ്പോൾ എന്തൊക്കെ വേണം? മിശ്ര ഭിന്നത്തിന് എന്തൊക്കെ വേണം? ഒരു പൂർണ്ണസംഖ്യയും വേണം, ഒരു സാധാരണ ഭിന്നവും വേണം. ഏതാണ് പൂർണ്ണസംഖ്യ? ഈ കിട്ടിയ ഉത്തരത്തിന്റെ ഹരണഫലമാണ് അതിന്റെ പൂർണ്ണസംഖ്യാ ഭാഗം. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഒരു സാധാരണ ഭിന്നം. സാധാരണ ഭിന്നത്തിന്റെ അംശമായിട്ട് എഴുതേണ്ടതാണ് ഈ കിട്ടിയ ഉത്തരത്തിന്റെ ശിഷ്ടമായിട്ടുള്ള 2 ആണ് ഇതിന്റെ അംശമായിട്ട് എഴുതേണ്ടത്. ഡിവൈഡഡ് ബൈ ഏതുകൊണ്ടാണ് ഹരിച്ചത്? 9 കൊണ്ട് അല്ലെ. അപ്പൊ വിഷമ ഭിന്നത്തിന്റെ ഛേദം തന്നെയാണ് മിശ്ര ഭിന്നത്തിന്റെയും ഛേദമായിട്ട് വരുന്നത്. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടി ബാക്കിയുണ്ട്. ക്വസ്റ്റ്യന് 10/3 എന്ന വിഷമ ഭിന്നത്തെ നമുക്ക് മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റി എഴുതണം. ഓക്കെ, അപ്പോൾ 10/3 10നെ 3 കൊണ്ട് ഹരിച്ചു നോക്കാം. ഓക്കെ, 10ൽ എത്ര 3 ഉണ്ട്? 3 3 9. 10ൽ നിന്ന് 9 കുറച്ചാൽ 1. ഓക്കെ, അപ്പോൾ നമുക്ക് ഹരണഫലം 3 എന്ന് കിട്ടി, ശിഷ്ടം 1 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ 10/3നെ മിശ്ര ഭിന്നത്തിലേക്ക് മാറ്റുമ്പോൾ മിശ്ര ഭിന്നത്തിൽ എന്തൊക്കെ വേണമെന്ന് വീണ്ടും ചോദിക്കുന്നു. മിശ്ര ഭിന്നത്തിൽ എന്തൊക്കെ വേണം? അതെ, ഒരു പൂർണ്ണസംഖ്യയും വേണം, ഒരു സാധാരണ ഭിന്നവും വേണം അല്ലെ. പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് ഈ കിട്ടിയ ഉത്തരത്തിന്റെ ഹരണഫലമാണ് അതിന്റെ പൂർണ്ണസംഖ്യാഭാഗം. ഓക്കെ, ഇനി ഒരു സാധാരണ ഭിന്നം കൂടി എഴുതണം. സാധാരണ ഭിന്നത്തിന്റെ അംശമായിട്ട് ഇതിന്റെ ശിഷ്ടമായ 1 എഴുതേണ്ടത്. ഡിവൈഡ് ബൈ ഏതുകൊണ്ട് ഹരിച്ചു? 3 കൊണ്ട് ഹരിച്ചു. അപ്പോൾ ആൻസർ 3 1/3 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ.